നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊരു നികൃഷ്ട ജന്മമാണ് ഇയാളുടേത് ചോദിക്കുന്നത് VT ബൽറാം. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ വീട്ടുകാർക്കൊപ്പം ചേർന്ന് ആ ഫയലുകൾ പൂർണ്ണമായി പഠിച്ച് പിന്നീട് CPMലേക്ക് ചേക്കേറിയ അഡ്വക്കേറ്റ് CK ശ്രീധരൻ 1 മുതൽ 9 പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ പിന്നീട് ഹാജരായി. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ചതിക്കുക മാത്രമല്ല CK ശ്രീധരൻ ചെയ്തത്. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ഒക്കെ ആത്മാവിനോട് ഇയാൾ ചെയ്ത ക്രൂരത, ചതിവ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. VT ബൽറാം ഫേസ്ബുക്കിൽ ഇന്ന് കുറിച്ചതിങ്ങനെ: എന്തൊരു നികൃഷ്ട ജന്മമാണ് ഇയാളുടേത്. അതിക്രൂരമായ ഒരു ഇരട്ട കൊലപാതകത്തിൽ ആദ്യം ഇരകൾക്കൊപ്പം നിൽക്കുക, അവരെ സമാശ്വസിപ്പിച്ച് നിയമവഴിയിൽ നീതി വാങ്ങി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുക, പഠിക്കാനെന്ന പേരിൽ പ്രതികൾക്കെതിരായ മുഴുവൻ രേഖകളും തെളിവുകളും ഫയലുകളും വിശദമായി പരിശോധിക്കുക, പിന്നീട് ലവലേശം ലജ്ജയില്ലാതെ പണത്തിനു വേണ്ടി മറുകട്ടം ചാടി പ്രതികളുടെ വക്കീലാവുക, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട 2 യുവാക്കളുടെ അമ്മമാരെയും സഹോദരിമാരെയും പ്രതിഭാഗത്തിനു വേണ്ടി കോടതി മുറിയിലിട്ട് നേരിട്ട് ക്രോസ് വിസ്താരം നടത്തുക, അഭിഭാഷക വൃത്തിക്ക് മാത്രമല്ല മനുഷ്യൻ എന്ന വിശേഷണത്തിന് പോലും യോഗ്യതയില്ലാത്ത ഈ കൊടും വഞ്ചകനെതിരെ കൂടിയാണ് ഇന്നത്തെ കോടതി വിധി. പാഴ്ജന്മം. VT ബൽറാമിൻ്റെ ഈ വാക്കുകൾ പൂർണ്ണമായി ശരിയാണ്. അഡ്വക്കേറ്റ് CK ശ്രീധരൻ എന്ന പാഴ്ജന്മം. അഡ്വക്കേറ്റ് CK ശ്രീധരൻ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തപ്പോൾ അന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ കണ്ണീരോടെ പറഞ്ഞിരുന്നു, CK ശ്രീധരൻ കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി, അയാളെ പിണറായി വിജയൻ വിലക്കെടുത്തിരിക്കുകയാണ്. CK ശ്രീധരൻ്റേത് നീചമായ നീക്കമാണ്. അയാൾ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു ഞങ്ങളെ. അയാൾ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് കേസിൻ്റെ ഫയലുകളൊക്കെ 1 മാസത്തോളം വാങ്ങിവെച്ചു. പിന്നീട് കേസിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞവ മടക്കി നൽകി. പിന്നീട് അഭിഭാഷകനായി T ആസിഫ് അലിയെ ഫയലുകൾ ഏൽപ്പിച്ചു. ഒപ്പം നിന്ന് കുട്ടികളുടെ ചടങ്ങിനെല്ലാം പങ്കെടുത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ച വ്യക്തി ഇപ്പോൾ മറുകട്ടം ചാടി. ഞങ്ങളുടെ കൂടെ നിന്ന് കേസിൻ്റെ ഫയലുകളൊക്കെ പഠിച്ച് വിചാരണ തുടങ്ങാൻ സമയം പാർട്ടി മാറി പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തു. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 9 പ്രതികൾക്ക് വേണ്ടി CBI കോടതിയിൽ ഹാജരായത് ഇതേ ശ്രീധരൻ എന്ന അഭിഭാഷകൻ. മുൻപ് KPCC വൈസ് പ്രസിഡന്റായ CK ശ്രീധരൻ പിന്നീട് കോൺഗ്രസ് വിട്ട് CPMലും ചേർന്നു. പിണറായി വിജയൻ ശ്രീധരനെ വിലക്കെടുത്തുവെന്നാണ് കോൺഗ്രസ് നേതാക്കളും പലവട്ടം പറഞ്ഞത്. പാഴ്ജന്മം എന്ന് VT ബൽറാം പറഞ്ഞത് പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ ശരിയാകുന്നു. പെരിയ ഇരട്ടക്കൊല പൂർണ്ണമായും ഗൂഢാലോചന നടത്തി കൊല്ലണമെന്ന് തീരുമാനിച്ചതും പിന്നീട് കൊന്നുകഴിഞ്ഞ് പ്രതികളെ ഒളിപ്പിച്ചതുമൊക്കെ CPM ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോടതി വിധി പൂർണ്ണമായും CPMനെ തകർക്കുന്നത്. പ്രതികളെ രക്ഷിക്കാൻ ചെലവാക്കിയ പണം CPM സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പെരിയ ഇരട്ട കൊലപാതക കേസ് CBIക്ക് വിട്ട വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ സർക്കാർ ചെലവാക്കിയത് 2 കോടിയോളം രൂപ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചായിരുന്നു പെരിയ കൊലപാതക കേസ് CBIക്ക് വിട്ടത്. പിന്നീട് നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. ഇക്കാലയളവിൽ സർക്കാരിന് വേണ്ടി ഹാജരായ 3 അഭിഭാഷകർക്ക് വേണ്ടി 88 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. കൂടാതെ താമസം, ഭക്ഷണം, വിമാനക്കൂലി എന്നീ ഇനങ്ങളിൽ വേറെ. സ്റ്റാൻഡിംഗ് കൗൺസിലറെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ ഹാജരായി. ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് 60 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. കേസ് CBI ഏറ്റെടുത്തപ്പോഴും തികഞ്ഞ നിസ്സംഗതയാണ് ഭരണകൂടം പുലർത്തിയത്. ക്രൈംബ്രാഞ്ച് ഫയലുകൾ കൈമാറാൻ പോലും വിസമ്മതിച്ചു. ഇതിനെതിരെ പെരിയ ഇരട്ട കൊലപാതക കേസിൽ സർക്കാർ നടത്തിയ ഗൂഢാലോചന പൂർണ്ണമായും പൊളിച്ചെടുക്കുന്ന ഒരു പ്രസംഗം നിയമസഭയിൽ ഷാഫി പറമ്പിൽ നടത്തി. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ തൊലിയുരിച്ച ഒരു പ്രസംഗമായിരുന്നു ഇത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രസംഗം ഇപ്പോൾ വൈറലാണ്. ആ അന്വേഷണം CBIക്ക് കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കേസ് നടത്താൻ സുപ്രീം കോടതിയിൽ നിന്ന് എന്തിനാ സാറേ വക്കീലിനെ കൊണ്ടുവരുന്നത് ആരെയാ? നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ കേരളത്തിലെ ഗവൺമെന്റ് സിറ്റിംഗ് ഒന്നിന് 25 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് മണീന്ദർ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. 1 കോടിയോളം രൂപ, 88 ലക്ഷത്തോളം രൂപ ഈ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ CBIയുടെ അന്വേഷണം വേണമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി ഉത്തരവിടുമ്പോ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഈ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തത്, കോടികൾ എണ്ണിക്കൊടുത്തത് AKG സെന്ററിൽ നിന്നല്ല സാർ. അത് എണ്ണിക്കൊടുത്തത് പാർട്ടി ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുമല്ല. അത് എണ്ണിക്കൊടുത്തത് സർക്കാരിന്റെ സ്വന്തം മുതലാളിമാരുമല്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ഗവൺമെന്റ് കൊടുത്തത്. ജനങ്ങൾക്ക് എന്ത് ബാധ്യതയുണ്ട് ഈ ഗുണ്ടകൾക്ക് വേണ്ടി? പാർട്ടിക്ക് പോലും പങ്കില്ലെന്ന് നിങ്ങൾ പറയുന്ന ഈ ഗുണ്ടകൾക്ക് വേണ്ടി, പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തേണ്ട എന്ത് ബാധ്യത ജനങ്ങളുടെ ഖജനാവിനുണ്ട്, നികുതി പണത്തിനുണ്ട്? ഗവൺമെന്റ് വ്യക്തമാക്കണം.
ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത്? ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത്? സാർ, ഈ നികുതി പണം ആരുടെയൊക്കെ നികുതി പണമാണ്? കല്യോട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നികുതി പണം, അദ്ദേഹത്തിന്റെ ഭാര്യ ബാലാമണിയുടെ നികുതി പണം, സത്യനാരായണന്റെ നികുതി പണം, ലതയുടെ നികുതി പണം, അവരെങ്ങനെ ഗവൺമെന്റിലേക്ക് കൊടുത്ത നികുതി പണം? ചന്ദനത്തിരി വാങ്ങിയതിന്റെ 12%, എണ്ണ വാങ്ങിയതിന്റെ 12%, വേറൊരു എണ്ണ വാങ്ങിയതിന്റെ 5%, എള്ളു വാങ്ങിയതിന്റെ 5%, അവസാനം മകനെ പുതപ്പിച്ച തുണി വാങ്ങുമ്പോ അതിന്റെ നികുതി പണമായി കൊടുത്ത 5% ഉൾപ്പെടെയുള്ള പണം വേറെയിലേക്ക് വന്നപ്പോ ആ പണം കൊണ്ട് തന്നെ അവരുടെ മക്കളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നത് എന്ത് സംസ്കാരമാണ് സാർ? ആരെയാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഏറ്റവും മഹത്തരമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എവർ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി. സർ, അബ്രഹാം ലിങ്കന്റെ of the people, for the people and by the people. Sir, the worst ever definition for democracy, of the criminals, for the criminals and by the criminals. ഈ ഗവൺമെന്റ് നിശ്ചയിച്ചതാണ്. ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാളയാറിലെ കേസിൽ 2 പെൺകുട്ടികളെ, പാവപ്പെട്ട 2 പെൺകുട്ടികളെ, 9ഉം 13ഉം വയസ്സായ പെൺകുട്ടികളെ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോ അതിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഒരു സോളിസിറ്റർ ജനറലും ഇല്ല, ഒരു അഡ്വക്കേറ്റുമില്ല, സുപ്രീം കോടതിയിൽ നിന്ന് ആരും വന്നില്ല. പ്രതികൾ ഇന്ന് നാട്ടിൽ പാട്ടും പാടി ഇപ്പോഴും നടക്കുക. പാലക്കാട് ഒരാൾ പോലും ഒരു തടവറക്കകത്ത് പോലുമില്ല. മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാൻ ഗവൺമെന്റിന് പണമില്ല, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് പണമില്ല. 1103 കോടിയുടെ അധിക ബാധ്യത ഇത്തവണത്തെ ബജറ്റിൽ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച ധനമന്ത്രി ഈ സഭയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക ബാധ്യത പറയുന്നു. നെല്ലിന് കർഷകർക്ക് എണ്ണിക്കൊടുക്കാൻ പെൻഡിംഗ് കൊണ്ട് പണം കൊടുക്കുന്നില്ല. ട്രഷറിയിൽ 50,000-ൽ കൂടുതൽ ഒരു തുക കൊടുക്കണമെങ്കിൽ ലോട്ടറി അടിക്കുന്നത് പോലെ കാത്തിരിക്കണം. അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ളപ്പോ എന്തിനാണ് ശരത് ലാലിന്റെ, കൃപേഷിന്റെ, ഷുഹൈബിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ, അവരെ കൊന്ന പ്രതികളെ സംരക്ഷിക്കാൻ ഈ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എണ്ണിക്കൊടുക്കാൻ അങ്ങ് ധനമന്ത്രിയായിരിക്കുമ്പോ അങ്ങ് എന്തിനനുവദിക്കണം? എന്താ ഗവൺമെന്റിന്റെ ലയബിലിറ്റി? പാർട്ടിക്ക് പങ്കില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഉണ്ട്, പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, പ്രതികളിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. സാർ, കൊലയാളികളുടെ ആരാധനാലയമായി സർക്കാർ മാറരുത്. കൊലയാളികളുടെ ദൈവമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറരുത്. കൊലയാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതാണ് ഗവൺമെന്റിന്റെ നീതി. 2 ചെറുപ്പക്കാരെ കൊന്ന കേസിൽ നീതി നടപ്പിലാവുന്നതിന് ഗവൺമെന്റിന് എന്തിനാണ് സാർ ഇത്ര മടി? സിബിഐയുടെ അന്വേഷണം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, കോടതി രേഖാമൂലം സ്റ്റേ ഉത്തരവ് കൊടുത്തിട്ടില്ല. സിബിഐക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോവാം. എന്തുകൊണ്ടാണ് സിബിഐക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത്? കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം 7:36 കൊലപാതകം നടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് അവൈലബിൾ ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിക്കുകയാണ്. ഈ പ്രതികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി യോഗം ഷാഫി പറമ്പിൽ പറയുന്നതല്ല, പ്രതിപക്ഷം പറയുന്നതല്ല, കുറ്റപത്രത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളതാണ്. എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല സാർ, എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ള വസ്തുതകൾ. ആ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത 5 ആളുകൾ 5 വാഹനത്തിലായി അതിവേഗം ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. അതിന് സാക്ഷിമൊഴിയുണ്ട്. എന്റെ വാക്കുകളല്ല, പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകം നടന്നിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വെളുത്തോളി ഗ്രാമത്തിൽ വെച്ച് പാർട്ടി നേതാക്കന്മാർ അവിടെ പോയി ഈ പ്രതികളെ കാണുകയാണ്. സാർ, എന്റെ വാക്കുകളല്ല, കുറ്റപത്രത്തിലുണ്ട്. എന്നിട്ട് കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറാൻ, ഞാൻ അവസാനിപ്പിക്കുന്നു, കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. നിർദ്ദേശപ്രകാരം വസ്ത്രം കത്തിക്കുന്നു. കുറ്റപത്രത്തിലുണ്ട്. അവരെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കുന്നു. കുറ്റപത്രത്തിലുണ്ട്. അവരുടെ പ്രതികളുടെ 8 പേരുടെ ഫോണും വാങ്ങിവെച്ചത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കുറ്റപത്രത്തിലുണ്ട്. സാർ, ആ പ്രതികളെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചവർക്കെതിരെ 120B എടുത്തിട്ടില്ല, ഗൂഢാലോചനയിൽ കേസെടുത്തിട്ടില്ല. അവർക്ക് ബെയിലബിൾ ആയിട്ടുള്ള കേസെടുക്കുന്നു. രേഖകൾ അവർക്ക് ബെയിലബിൾ ആയിട്ടുള്ള കേസുകൾ എടുക്കുന്നു. അവരെ വെറുതെ വിടുന്നു. ഇതിൽ പലരെയും രക്ഷപ്പെടുത്താൻ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് 8 പ്രതികളെ കൊടുത്തതിൽ 7 പ്രതികളെ
ഈ ആയുധം പോലും കാണിച്ചിട്ടില്ല, പിടിച്ചെടുത്ത ആയുധം പോലും കാണിച്ചിട്ടില്ല. ഫോറൻസിക് സർജൻ പറഞ്ഞിരിക്കുകയാണ് ഈ ആയുധം കൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, കേസ് അതോടെ തീരുക. ആദ്യത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ രാത്രി 12 മണിക്ക് മാറ്റുകയാണ്. മാറ്റുന്നത് വാട്സപ്പിലെ മെസ്സേജ് വഴി, വാട്സപ്പിലെ മെസ്സേജ് വഴി. കോടതിയുടെ പരിഗണനയിൽ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നോട്ടീസിൽ രേഖകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങളെല്ലാം പറയേണ്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കാം. കോടതിയുടെ പരിഗണനയിലാണ്. പ്ലീസ് പ്ലീസ് സാർ, ഇനി കോടതിയുടെ അവസാനിപ്പിക്കാം. അങ്ങ് നോട്ടീസ് സംസാരിക്കും, നോട്ടീസ് സംസാരിക്കും. സാർ, ഞാൻ അവസാനിപ്പിക്കാം. ഒരു സെക്കൻഡ് സാർ, ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ. ഫെബ്രുവരി 19 അവിടെ നടന്ന CPM-ന്റെ ഒരു റാലിക്കകത്ത് CPM-ന്റെ ഒരു നേതാവ് പ്രസംഗിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിക്ക് പങ്കില്ലെന്ന് അങ്ങും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കേസിനകത്ത് CPM-ന്റെ നേതാവ് ഇക്കഴിഞ്ഞ 19 കല്യോട്ട് പ്രസംഗിച്ചത് ശ്രീകൃഷ്ണനെ ആരും കൊലയാളികൾ എന്ന് വിളിക്കാറില്ല എന്നുള്ളതാണ്. ശ്രീകൃഷ്ണനെ ആരും, ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരും കൊലയാളി എന്ന് വിളിക്കാറില്ല. കാരണം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കംസനെ കൊന്നത്. അതുപോലെയാണ് ഞങ്ങളും. ഇവരെ രണ്ടുപേരെയും കൊന്നതിന്റെ പേരിൽ ഞങ്ങളെ ആരെയും, ഒരു നേതാവ് പ്രസംഗിക്കുക, ഞങ്ങളെ ആരെയും കൊലയാളികളെന്ന് ആരും വിളിക്കാൻ പാടില്ല. അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി കൊന്നതാണെന്ന് പോലും സാർ പാർട്ടി യോഗത്തിൽ, പാർട്ടി സ്റ്റേജിൽ നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല. നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല. ഇത് ഗൗരവത്തിലെടുക്കണം. ഇങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കരുത്, അവർക്ക് പിന്തുണ കൊടുക്കരുത്. അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ഖജനാവിന്റെ പണം. അതാരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം. ആ CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത്. ആ കേസ് ഡയറി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറാത്ത ആ സ്ഥിതിവിശേഷം കേരളത്തിലെ ചെറുപ്പക്കാരെ ഓർത്തെങ്കിലും അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവണം, മുഖ്യമന്ത്രി തയ്യാറാവണം.